ആരെയും അസ്വസ്ഥരാക്കുന്ന രീതിയിൽ ദുർഗന്ധം പരിസരമാകെ പടർന്നു പിടിച്ചു. ആദ്യം ആരും അത് കാര്യമായി ശ്രദ്ധിച്ചില്ല. പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ദുർഗന്ധം അതിരൂക്ഷമായി പടർന്നു പിടിച്ചു. അയൽവാസികൾ എല്ലാവരും പരക്കെ അന്വേഷിച്ചു, ഇത് എവിടെ നിന്നാണ് വരുന്നത്? ദുർഗന്ധം അതിരൂക്ഷമായതോടെ എല്ലാവരുടെയും കണ്ണ് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ട്രമ്മിലേക്ക് ചെന്ന് പതിച്ചു. ഗൗരവമേറിയ എന്തോ ഒന്ന് നടന്നുവെന്ന് ചുറ്റും കൂടി നിന്നവർ സംശയമുണർത്തി. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. എന്നാൽ അതേ ദിവസം, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 19 മറ്റൊരു പരാതി കൂടെ സ്റ്റേഷനിൽ വരുന്നു. സാറേ, എൻ്റെ മോനെ കാണാനില്ല. കുറേ ദിവസമായി വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. 2 പരാതികളും ചെന്ന് നിൽക്കുന്നത് മീററ്റിലെ ബ്രഹ്മപുരിയിലെ ഇന്ദിരാനഗർ എന്ന സ്ഥലത്തായിരുന്നു. അന്വേഷണ സംഘം സ്ഥലത്തെത്തി സിമന്റ് കൊണ്ട് നിറഞ്ഞ ട്രം വളരെ കഷ്ടപ്പെട്ട് തുറന്നപ്പോൾ നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. മോഹിക്കാൻ കുറെ മോഹങ്ങളോ ആഗ്രഹിക്കാൻ കുറെ ആഗ്രഹങ്ങളോ എനിക്കില്ല. മരിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ എനിക്ക് സൗരഭിനെ മാത്രം മതി. ഇങ്ങനെ മുസ്കാൻ റസ്റ്റോഗി എന്ന പെൺകുട്ടി തൻ്റെ കുടുംബത്തോട് അറിയിച്ചു. എന്നാൽ ഇരുവരുടെയും പ്രണയബന്ധത്തെ ഇരു കുടുംബക്കാരും എതിർത്തിരുന്നു. എന്നാൽ എല്ലാ എതിർപ്പുകളെയും തങ്ങളുടെ ശക്തമായ പ്രണയം കൊണ്ട് മറികടന്ന് 2016 അവർ വിവാഹിതരായി. അതിൽ അവർക്കൊരു മകളും പിറന്നു. തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് മർച്ചന്റ് നേവിക്കാരനായ സൗരഭ് ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി. ജോലി ഉപേക്ഷിച്ചു എന്നറിഞ്ഞ സൗരഭിന്റെ കുടുംബം പ്രശ്നമുണ്ടാക്കി. വാക്കുതർക്കങ്ങൾ അതിരിവിട്ടപ്പോൾ തന്നെ വിശ്വസിച്ചിറങ്ങി വന്ന പെൺകുട്ടിയെ സ്വന്തം വീട്ടുകാർ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി വാടകയ്ക്ക് താമസം മാറി. എന്നാൽ സന്തോഷകരമായ അവരുടെ ദാമ്പത്യ ജീവിതം അധികനാൾ നീണ്ടു നിന്നില്ല. ഒരു സഹപാഠി സൃഷ്ടിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷാഹിൽ ശുക്ല എന്ന തന്റെ സുഹൃത്തിനെ വീണ്ടും മുക്സാൻ പരിചയപ്പെടുന്നു. ആ പരിചയം പുതുക്കൽ മുക്സാനും ഷാഹിലും തമ്മിലുള്ള പ്രണയത്തിന് വഴിയൊരുക്കി. ഷാഹിലിനെയും മുക്സാനെയും അരുതാത്ത രീതിയിൽ കണ്ടതായി വീട്ടുകാർ സൗരഭ് രാജ്പത്തിനെ വിളിച്ചറിയിച്ചു. അങ്ങനെ സൗരഭും മുക്സാനും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ആ വഴക്ക് വിവാഹമോചനം ചെയ്യാമെന്ന തീരുമാനമെടുക്കാൻ തക്ക വിധത്തിൽ നീണ്ടു. എന്നാൽ മകളുടെ ഭാവിയോർത്ത് സൗരഭ് ആ തീരുമാനം മാറ്റുകയും തിരിച്ച് വീണ്ടും മർച്ചന്റ് നേവി ജോലിക്കായി പോവുകയും ചെയ്തു. ഭാര്യ ഷാഹിലുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്ന് കരുതി സൗരഭ് വിദേശത്ത് നിന്നും ഫെബ്രുവരി 24 തിരിച്ചെത്തി. എന്നാൽ ഷാഹിലിന്റെയും മുസ്കാന്റെയും ഇടയിലുള്ളത് പ്രണയത്തെക്കാൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി ബന്ധമായിരുന്നു. തങ്ങളുടെ ഈ ബന്ധത്തിന് സൗരഭ് ഒരു തടസ്സമാണെന്ന് കണക്കാക്കി കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. മാർച്ച് 4 മുസ്കാൻ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി സൗരഭിന് കൊടുത്തു. ബോധരഹിതനാക്കി. തുടർന്ന് അവർ സൗരഭിനെ നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്തി. എന്നിട്ട് കഷ്ണങ്ങളാക്കി ബാഗിൽ കയറ്റാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടപ്പോൾ ഒരു ട്രമ്മിലാക്കി അതിൽ സിമന്റ് ഇട്ട് നിറച്ചു മൂടി. കൊലപാതകത്തിന് മുമ്പ് ഇരുവരും 6 വയസ്സുള്ള കുട്ടിയെ മുത്തശ്ശിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. തുടർന്ന് അയൽക്കാരോട് താനും ഭർത്താവും ഹിമാചലിലേക്ക് യാത്ര പോകുന്നുവെന്ന് പറഞ്ഞ് ഷാഹുലും മുക്സാനും ഹിമാചലിലേക്ക് പോയി. സൗരഭിന്റെ ഫോൺ ഉപയോഗിച്ച് യാത്രയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ സൗരഭിന്റെ കുടുംബം ഫോണിൽ പലതവണ വിളിച്ചിട്ടും സൗരഭ് എടുക്കാതെ വന്നതോടെ സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതി നൽകി. അന്നേ ദിവസം തന്നെയാണ് ഉപേക്ഷിച്ച നിലയിൽ കിടന്ന ട്രമ്മിൽ നിന്ന് അതിരൂക്ഷമായ ഗന്ധം പുറത്തു വന്നതും കൊലപാതകത്തിന്റെ കഥ പുറം ലോകം അറിഞ്ഞതും.